മക്കളെ, ഓൾ ഇന്ത്യയിൽ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ പോലെയുള്ള ആയുഷ് കോഴ്സസിന്റെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ആയുഷ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞത്. അപ്പൊ ആയുർവേദം, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. അപ്പൊ ഇതിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണിത്. അതിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് AACCC.gov.in എന്നുള്ള സൈറ്റിലാണ്. പ്രൊസീജിയർ ഒക്കെ ഓൾമോസ്റ്റ് നമ്മൾ MCC ഓൾ ഇന്ത്യയുടെ MBBS BDS ചെയ്ത പ്രൊസീജിയർ ഒക്കെ തന്നെയാണ്. അപ്പൊ ഇതിൽ 3 നോർമൽ റൗണ്ടുകളും പിന്നീട് സ്പെഷ്യൽ റൗണ്ട്, സ്ട്രേ വേക്കൻസി റൗണ്ടുമാണ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ ഞാൻ ജസ്റ്റ് എല്ലാത്തിന്റെ ഒരു ഓവർവ്യൂ പറയുന്നുള്ളൂ. അതിനുശേഷം അതായത് ഓരോ റൗണ്ടുകൾക്കും മുമ്പ്, ഇപ്പൊ റൗണ്ട് 1 പ്രശ്നങ്ങളൊന്നുമില്ല, ഫ്രീ എക്സിറ്റ് ആണ്, അത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ബാക്കി റൗണ്ടുകളുടെ ഡീറ്റെയിൽ അതത് റൗണ്ടുകൾക്ക് മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്യാം, കാരണം ഇല്ലെങ്കിൽ ഓരോ റൗണ്ടിലും ഓരോ പ്രൊസീജിയർ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി അതിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ നോക്കാം. റൗണ്ട് 1 രജിസ്ട്രേഷൻ ഓഗസ്റ്റ് 22 തുടങ്ങി സെപ്റ്റംബർ 1 വൈകിട്ട് 2 മണി, അതായത് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. ഓഗസ്റ്റ് 22 തുടങ്ങി സെപ്റ്റംബർ 1 ഉച്ചയ്ക്ക് 2 മണി വരെ. എന്നാൽ നിങ്ങൾക്ക് ചോയ്സ് ഫില്ല് ചെയ്യാനും ലോക്ക് ചെയ്യാനുമുള്ള സമയം ഓഗസ്റ്റ് 26 തുടങ്ങി സെപ്റ്റംബർ 1 രാത്രി 11:55 വരെയാണ്. ഈ ലോക്കിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ലോക്ക് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആയിക്കോളും. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതില്ല. ഇനി അതിന്റെ റിസൾട്ട് സെപ്റ്റംബർ 4 വരും. റിപ്പോർട്ടിംഗ് സെപ്റ്റംബർ 5 തുടങ്ങി സെപ്റ്റംബർ 12 വരെയാണ്. എന്നാൽ നേരെ തിരിച്ച റൗണ്ട് 2 സെപ്റ്റംബർ 17 തുടങ്ങി 22 വരെയാണ് രജിസ്ട്രേഷൻ ഉണ്ടാവുക. 22 ഉച്ചയ്ക്ക് 2 മണി വരെ. ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ഒക്കെ ഓഗസ്റ്റ് 18 തുടങ്ങി സെപ്റ്റംബർ 18 തുടങ്ങി സെപ്റ്റംബർ 22 വരെ. സെപ്റ്റംബർ ആണ്, ഓഗസ്റ്റ് അല്ല. സെപ്റ്റംബർ 18 തുടങ്ങി സെപ്റ്റംബർ 22 വൈകിട്ട് അല്ലെങ്കിൽ രാത്രി 11:55 വരെ. സെപ്റ്റംബർ 25 റിസൾട്ട് വരും. അതേപോലെ റിപ്പോർട്ടിംഗ് സെപ്റ്റംബർ 26 തുടങ്ങി ഒക്ടോബർ 3 വരെയാണ്. റൗണ്ട് 3 ഡീറ്റെയിൽ ഒക്ടോബർ 10 തുടങ്ങി ഒക്ടോബർ 13 ഉച്ചയ്ക്ക് 2 മണി വരെയാണ്. ചോയ്സ് ഫില്ലിങ് ഒക്ടോബർ 11 തുടങ്ങി ഒക്ടോബർ 13 രാത്രി 11:55 വരെ. ഒക്ടോബർ 16 റിസൾട്ട് വരും. ഒക്ടോബർ 17 തുടങ്ങി 24 വരെ കോളേജിൽ ജോയിൻ ചെയ്യാം. പിന്നെ സ്ട്രേ വേക്കൻസി. ഈ സ്ട്രേ വേക്കൻസിക്ക് ഒരിക്കലേ രജിസ്ട്രേഷൻ ഉള്ളൂ. ഇവിടുന്ന് അങ്ങോട്ട് എത്ര സ്ട്രേ നടന്നാലും ഈ ഒറ്റ രജിസ്ട്രേഷൻ കൊണ്ടാണ് നടക്കുക. അതിന്റെ രജിസ്ട്രേഷൻ ഒക്ടോബർ 30 തുടങ്ങി നവംബർ 3 വരെയാണ്. രജിസ്ട്രേഷൻ 3 ഉച്ചയ്ക്ക് 2 മണി കൊണ്ട് കഴിയും. ഇനി ചോയ്സ് ഫില്ലിങ്ങും ലോക്കിങ്ങും ഒക്ടോബർ 30 തുടങ്ങി നവംബർ 3 വരെയാണ്. റിസൾട്ട് നവംബർ 6 ആണ്. അതേപോലെ റിപ്പോർട്ടിംഗ് നവംബർ 7 തുടങ്ങി നവംബർ 12 വരെയാണ്. ഇതാണ് നിലവിൽ വന്നിരിക്കുന്ന ഷെഡ്യൂൾ. ഇപ്പൊ ഇതിലൊക്കെ ചെറിയ ചെറിയ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവാം. അപ്പൊ ഓരോ റൗണ്ടിന് മുമ്പ് അതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിയിക്കും, അത് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ഷെഡ്യൂൾ, ഇതിൽ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ഈ റൗണ്ട് 1 കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി. റൗണ്ട് 1 റിപ്പോർട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൗണ്ട് 2 കുറിച്ച് ആലോചിച്ചാൽ മതി. ഇനി അതിന്റെ പ്രൊസീജിയർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കാം. മക്കളെ, റൗണ്ടിന്റെ ചെറിയൊരു എക്സ്പ്ലനേഷൻ. അതായത് റൗണ്ട് 1 നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾക്കൊരു സീറ്റ് അലോട്ട് ആയി എന്ന് വിചാരിക്കാം. അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് ചെയ്യാം, തെറ്റില്ല. അതായത് നിങ്ങൾ ആ അടയ്ക്കുന്ന ഫീ നഷ്ടപ്പെടുത്താണ്ട് നിങ്ങൾക്ക് പുറത്തു വരാം. വൺസ് നിങ്ങൾ ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് റൗണ്ട് 2 റിസൾട്ടിന് മുമ്പ് വേണമെങ്കിൽ റിസൈനും ചെയ്യാം. അതും ഫ്രീ എക്സിറ്റ് ആണ് കേട്ടോ. അപ്പൊ ജോയിൻ ചെയ്തതിന് ശേഷവും ഫ്രീ എക്സിറ്റ് ചെയ്യാം, റൗണ്ട് 2 റിസൾട്ടിന് മുമ്പായിരിക്കണം എന്ന് മാത്രം. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് കൺഫേം ചെയ്യാം. ഇനി വേണ്ട, വേറെ സീറ്റ് ഒന്നും വേണ്ട, ഇത് മതി എന്ന് തീരുമാനിക്കാം. അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അവിടുത്തെ അവസ്ഥ. ഇനി സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് റൗണ്ട് 2 വരാം. അപ്പൊ റൗണ്ട് 2 ആർക്കൊക്കെ വരാം? സീറ്റ് അലോട്ട് ചെയ്യാത്തവർക്ക് വരാം, ഇവിടുന്ന് ഫ്രീ എക്സിറ്റ് എടുത്തവർക്ക് വരാം, ഇവിടെ ജോയിൻ ചെയ്തിട്ട് റിസൈൻ ചെയ്തവർക്ക് വരാം, അപ്ഗ്രേഡ് ചെയ്തവർക്ക് വരാം, ആർക്കും വരാം, പുതിയ രജിസ്ട്രേഷനും വരാം. റൈറ്റ്. ഇനി റൗണ്ട് 2 നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ റൗണ്ട് 3 പോവാം. അലോട്ട് ചെയ്താൽ നോ ഫ്രീ എക്സിറ്റ്. ഇവിടുന്ന് നിങ്ങൾ എക്സിറ്റ് ആയാൽ നിങ്ങളുടെ ഫീ നഷ്ടപ്പെടും, അടച്ച ഫീ നഷ്ടപ്പെടും. ഇനി ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് അപ്ഗ്രേഡേഷൻ കൊടുക്കാം, അതിൽ കുഴപ്പമില്ല. അപ്പൊ റൗണ്ട് 3 ആർക്ക് വരാം? ഫീസ് നഷ്ടപ്പെടുത്തി എക്സിറ്റ് ആയവർക്ക് വരാം, അപ്ഗ്രേഡ് ചെയ്തവർക്ക് വരാം, സീറ്റ് കിട്ടാത്തവർക്ക് വരാം, പുതിയ രജിസ്ട്രേഷൻകാർക്കും വരാം. റൗണ്ട് 3 ശ്രദ്ധിക്കുക. റൗണ്ട് 3 നിങ്ങൾക്ക് ഒരു സീറ്റ് അലോട്ട് ആയാൽ മസ്റ്റ് ജോയിൻ, വേറെ ഓപ്ഷൻ ഇല്ല, വഴിയില്ല. കിട്ടിയാൽ ജോയിൻ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളെ സ്റ്റേറ്റിന്റെയും ഓൾ ഇന്ത്യയുടെയും ആയുഷ് കൗൺസിലിംഗിൽ നിന്ന് പുറത്താക്കും. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇനി അലോട്ട് ആയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, നേരെ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് വരാം. SVR അഥവാ സ്ട്രേ വേക്കൻസി റൗണ്ടിലേക്ക് വരാം. ഇതിന് 1 ടൈം രജിസ്ട്രേഷൻ ആണ്. എത്ര പ്രാവശ്യം സ്ട്രേ വേക്കൻസി നടന്നാലും ഈ രജിസ്ട്രേഷൻ മാത്രമേ പരിഗണിക്കൂ, പുതിയ രജിസ്ട്രേഷൻ ഇല്ല. ഇനി ഇവിടെ
ആദ്യ സ്റ്റേ വേക്കൻസി റൗണ്ടിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ എടുത്തേ മതിയാവൂ. നോ എക്സിറ്റ്, നോ അപ്ഗ്രഡേഷൻ. സ്റ്റേ വേക്കൻസിയിൽ നിങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടിയാൽ അത് ഫ്രീ എക്സിറ്റ് ചെയ്യാനും പറ്റില്ല, കിട്ടിയാൽ അവിടെ ജോയിൻ ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ഇതിൽ ഓരോ റൗണ്ടിന്റെയും ഡീറ്റെയിൽ അതത് റൗണ്ടുകൾക്ക് മുമ്പ് പറയാമെന്ന്. റൗണ്ട് 1-ന്റേത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. റൗണ്ട് 1 കമ്പാരിറ്റീവ്ലി റിസ്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ചെയ്യാണ്ടിരിക്കാം, ഫ്രീ എക്സിറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അതുകൊണ്ട് അത് മാത്രം ഇപ്പൊ ശ്രദ്ധിക്കുക. റൗണ്ട് 2-ന് മുമ്പും റൗണ്ട് 3-യുടെ മുമ്പും സ്റ്റേ വേക്കൻസിയുടെ മുമ്പും ഒക്കെ അതിന്റെ ഡീറ്റെയിൽ ഓഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തോളാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്താൽ അതിന്റെ അപ്ഡേറ്റുകൾ ഓരോ റൗണ്ടുകൾക്ക് മുമ്പും തരാം. ഇനി ഇതിന് വേണ്ട രജിസ്ട്രേഷൻ ഫീയും അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. പിന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കോളേജസ് നോക്കുക മക്കളെ. 179 കോളേജാണ്. അതായത് കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായിട്ട് 179 കോളേജുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള കോളേജുകളുടെയും, അതായത് സ്റ്റേറ്റ് കോട്ടയിൽ വരുന്ന 85% സീറ്റ് കഴിഞ്ഞാൽ റിമൈനിങ് 50% ഇതിൽ നിന്നാണ് എടുക്കുക. അതായത് ആയുഷാണ് ഫില്ല് ചെയ്യുക. അപ്പൊ കേരളത്തിലെ ആയുർവേദ കോളേജുകളിലും ഹോമിയോ കോളേജുകളിലും ഒക്കെ 15% സീറ്റ് ഓൾ ഇന്ത്യ. അതേപോലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും 15% സീറ്റ്. പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 100% സീറ്റ്. അങ്ങനെ 179 കോളേജുകളുണ്ട്. ആ കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രോസ്പെക്ടസിൽ കാണാം. അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പോകുമ്പോഴും പാർട്ടിസിപ്പേറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാം. ഓക്കെ, ഇനി ഇതിലെ രജിസ്ട്രേഷൻ ഫീ നോക്കാം. രജിസ്ട്രേഷൻ ഫീ നോൺ റീഫണ്ടബിൾ, തിരിച്ചു കിട്ടാത്ത രജിസ്ട്രേഷൻ ഫീ എത്രയാണ്? ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് സ്ഥാപനങ്ങൾ, കോളേജുകൾ മാത്രമാണ് നിങ്ങൾ ഓപ്ഷനിൽ വെക്കുന്നെങ്കിൽ SC കാൻഡിഡേറ്റ്, ST കാൻഡിഡേറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഒക്കെ 500 രൂപ അടച്ചാൽ മതി. എന്നാൽ നേരെ തിരിച്ച് ബാക്കിയുള്ള എല്ലാ കാറ്റഗറി, BWS, അതുപോലെ NCL കാറ്റഗറി, ജനറൽ കാറ്റഗറി ഒക്കെ 1000 രൂപ അടയ്ക്കണം. എന്നാൽ ഡീംഡ് യൂണിവേഴ്സിറ്റി വെക്കുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം തന്നെ ഏത് കാറ്റഗറി ആയിക്കോട്ടെ ഡീംഡ് യൂണിവേഴ്സിറ്റി വെക്കുന്നുണ്ടെങ്കിൽ 5000 രൂപ അടയ്ക്കണം. ഇനി ഈ റീഫണ്ടബിൾ സെക്യൂരിറ്റി ഫീ, അതായത് നിങ്ങൾ സീറ്റ് നഷ്ടപ്പെടുത്തിയില്ലെങ്കിൽ ഇത് തിരിച്ചു കിട്ടും. അതായത് നമ്മൾ സീറ്റ് അല്ലെങ്കിൽ ഫീ നഷ്ടപ്പെടും എന്ന് പറയുന്നത് ഇത് ഉൾപ്പെടെയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി ഫീ, റീഫണ്ടബിൾ ആയിരിക്കുന്ന സെക്യൂരിറ്റി ഫീ എത്രയാണ്? എല്ലാവർക്കും ഗവൺമെന്റ് ആൻഡ് എയ്ഡഡ് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ആണെങ്കിൽ 20,000 രൂപ അടയ്ക്കണം. ഡീംഡ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ 50,000 രൂപ അടയ്ക്കണം. എന്ന് പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ, ഒരു ജനറൽ കാറ്റഗറിയിൽപ്പെട്ട കുട്ടി ഡീംഡ് വെക്കുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഡീംഡ് വെക്കുന്നുണ്ടെങ്കിൽ ഈ 50,000-ഉം 5,000-ഉം 55,000 അടയ്ക്കണം. ഈവൻ ഒരു SC കാൻഡിഡേറ്റ് ഡീംഡ് വെക്കുന്നുണ്ടെങ്കിലും സെയിം ആണ് ഫീ. SC കാൻഡിഡേറ്റ് ആണെങ്കിൽ പോലും അവർ വെക്കുന്നുണ്ടെങ്കിൽ ഡീംഡ് വെച്ചാൽ 50,000 അടയ്ക്കണം. ഡീംഡിന്റെ രജിസ്ട്രേഷൻ 5,000, അങ്ങനെ 55,000. നിങ്ങൾ വൺസ് ഡീംഡ് വെക്കുന്നുണ്ടെങ്കിൽ ടോട്ടൽ 55,000 ഫീ വരും. റൈറ്റ്. ഇനി നേരെ തിരിച്ച് ഡീംഡ് വെക്കുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പൊ ഡീംഡ് വെക്കുന്നില്ല, അതായത് സ്റ്റേറ്റ് കോട്ട, അതിൽ ഓൾ ഇന്ത്യ കോട്ടയും എയ്ഡഡ് കോളേജുകളും മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു SC കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഒരു ST കാൻഡിഡേറ്റ്, ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് എത്ര അടയ്ക്കണം? അവർക്ക് 20,000 രൂപ സെക്യൂരിറ്റി ഫീയും ഇവിടെ 500 രൂപ, 20,500 രൂപ അടച്ചാൽ മതി. എന്നാൽ നേരെ തിരിച്ച് ഒരു OBC, NCLO, EWS ഒക്കെ ആണെങ്കിൽ അവരടയ്ക്കേണ്ടത് ഇതേ 20,000 രൂപ പ്ലസ് 1000 രൂപ കൂടി 21,000 രൂപ അടയ്ക്കണം. വൺസ് ഡീംഡ് വെച്ചാൽ ഈ 50,000-ഉം 5,000-ഉം ചേർത്ത് 55,000 അടയ്ക്കണം. അപ്പൊ ഫീസിന്റെ ഡീറ്റെയിൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ ആ റൗണ്ടുകളുടെ ഷെഡ്യൂളും റൗണ്ടുകളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിന്റെ ഫീസും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം ഓരോ റൗണ്ടുകൾക്ക് മുമ്പ് അതിന്റെ ഡീറ്റെയിൽ ഇടാം. നിലവിൽ റൗണ്ട് 1 ശ്രദ്ധിക്കുക, റൗണ്ട് 1-ന് അപ്ലൈ ചെയ്യുക. റൗണ്ട് 1-ന്റെ സീറ്റ് അല്ലെങ്കിൽ അലോട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റൗണ്ട് 2-ന്റെ ഡീറ്റെയിൽ ഇടാം. ബാക്കി നമുക്ക് റൗണ്ട് 2-ൽ സംസാരിക്കാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.